السلام عليكم ورحمة الله وبركاته. إن الحمد لله وحده، الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാനിൽ അവശേഷിക്കുന്ന ഏതാനും കേവല നിമിഷങ്ങൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും ധാരാളം അമലുകളുമായി മരണം വരെ സജീവമാകാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രിയം നിറഞ്ഞവരെ, അള്ളാഹു നൽകിയ ഏറ്റവും നല്ല സുന്ദരങ്ങളായ അനുഗ്രഹങ്ങൾ, സുന്ദരങ്ങളായ ദിവസങ്ങൾ, അതാണ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുക്കത്തിലേക്ക് പരിശുദ്ധമായ ഒരു റമദാനിൻ്റെ കൂടി അവസാനങ്ങളിലേക്ക് നമ്മൾ ചേക്കേറുകയാണ്. കഴിഞ്ഞ റമദാനുകളെക്കാളും കൂടുതൽ സജീവമാകാൻ ഒരുപക്ഷെ ഈ റമദാനുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ മറ്റു ചിലർ കഴിഞ്ഞ റമദാനുകളുടെ ഒന്നും അത്ര സജീവത ഈ റമദാനിൽ കൈവന്നില്ല എന്ന് നിരാശ പറയുന്നവരും നമ്മുടെ ആളുകൾക്കിടയിൽ നമുക്ക് കാണാനാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകൾക്ക് അള്ളാഹു ആ പോരായ്മകളെ റബ്ബ് പരിഹരിക്കാനുള്ള മനസ്സും അറിവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പോരായ്മകൾ എപ്പോഴും സങ്കടങ്ങളാണ്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം, ആ പ്രതിഫലം കാണുമ്പോൾ ചില ആളുകൾ വല്ലാത്ത നിരാശയിലായിരിക്കുമെന്നാണ്. കാരണം ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും, ഈ പ്രതിഫലങ്ങളുടെ ഇരട്ടി എനിക്ക് വാങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും ഞാനതൊന്നും ചെയ്തു പോയില്ലല്ലോ എന്ന സങ്കടവും എന്ന നിരാശയും ചില ആളുകളിൽ ഉണ്ടാകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസി ഹൃദയങ്ങൾക്ക് ഏറെ ആശ്വാസവും സമാധാനവും ലഭ്യമായ നാളുകളായിരുന്നു, ദിനരാത്രങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തു. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വല്ലാതെ നമ്മൾ ശ്രദ്ധിച്ചു പോന്നു. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതെ, കുറവ് വരുത്താതെ നല്ല നിലക്ക് അതിനെ ആചരിക്കാനും അനുഷ്ഠിക്കാനും നമ്മൾ ശ്രദ്ധ പുലർത്തി. അള്ളാഹു വിരോധിച്ച, അള്ളാഹുവിൻ്റെ റസൂൽ പാടില്ലെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ശ്രദ്ധയും ഗൗരവവും നമ്മൾ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, മരണം വരെ അത് നിലനിർത്താൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതൊരു പരിശുദ്ധമായ റമദാനിൽ മാത്രം ചെയ്യേണ്ടുന്ന കാര്യമല്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. റബ്ബിലേക്ക് കൂടുതൽ അടുക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ അനിവാര്യമായ കാര്യമാണ്. റബ്ബിലേക്ക് അടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമായ കാര്യമാണ്. റബ്ബിന്റെ സാമീപ്യമില്ലാതെ ഒന്നും നേടാൻ കഴിയൂല. അള്ളാഹുവിലേക്ക് അടുക്കാതെ ഒരു വിജയവും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ ഇഷ്ടവും നമുക്ക് വേണം. റബ്ബിന്റെ സാമീപ്യം എനിക്കും നിങ്ങൾക്കും അനിവാര്യമാണ്. ആ സാമീപ്യം ഒരു റമദാനിൽ മാത്രം ഉണ്ടായാൽ പോരാ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. മരണം വരെ റബ്ബിന്റെ സാമീപ്യം വേണം. റബ്ബിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ഒരുപാട് നല്ല കർമ്മങ്ങൾ, ചില പ്രത്യേകമായ ചില ആരാധനകൾ, ചില ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് നമ്മൾ കേട്ടു പോന്നവരാ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്, ഉമ്മാക്കും ഉപ്പാക്കും പുണ്യം ചെയ്യുന്നതാണ് റബ്ബിലേക്ക് ഒരാളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു പ്രവർത്തനമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ചില ആരാധനകൾ, ചില പ്രവർത്തനങ്ങൾ, ചില അമലുകൾ, ചില ഇബാദത്തുകൾ റബ്ബിന്റെ സാമീപ്യം കൂടുതൽ നമുക്ക് ലഭ്യമാകുന്നത് അത്തരം ചില പ്രവർത്തനങ്ങളിലൂടെയാണ്. പക്ഷെ ഏതൊരു ഇബാദത്താണെങ്കിലും, ഏത് ആരാധനകളാണെങ്കിലും, അമലുകളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് മുഴുവൻ പഠിപ്പിക്കപ്പെട്ടത് എവിടെയാണ്? വിശുദ്ധ ഖുർആനിലാണ്. ആ
ആ ഖുർആന്റെ വിശദീകരണമായ നബിയുടെ ഹദീസുകളിലാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ മനസ്സിലാക്കിയ അവരുടെ ചിന്തകൾ വിശുദ്ധ ഖുർആനെ അവർ എത്ര കൃത്യമായിട്ടാണ് അതിനെ സംബന്ധിച്ച് അവർ ആലോചിച്ചു പോകുന്നത് എന്ന് മനസ്സിലാകും. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ അറിയാത്തവരാരുമില്ല. നമുക്കറിയാം, 4 ഇമാം മദ്ഹബിന്റെ ഇമാമിങ്ങളെ പരിചയപ്പെടാത്തവരുണ്ടാവില്ല. അബൂ ഹനീഫ അൽ കൂഫി റഹിമഹുല്ല, പിന്നെ ഇമാം മാലിക് റഹിമഹുല്ല, അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റഹിമഹുല്ല. ഇവരുടെയൊക്കെ ഇമാം ഷാഫിയുടെയൊക്കെ ശിഷ്യനായി പിന്നീട് കുറെ കാലം കഴിഞ്ഞ് ഹംബലി മദ്ഹബ് ചേർക്കപ്പെട്ടത് പിന്നെ അഹ്മദ് ബിൻ ഹംബലിലേക്കാണ്. ലോകം കണ്ട മഹാമുഹദ്ദിസുകളാണ്, ലോകം കണ്ട മഹാഫുഖഹാക്കളാണ്, ലോകം കണ്ട മഹാചരിത്രകാരന്മാരാണ്, വിശുദ്ധ ഖുർആനിൽ അവഗാഹമുണ്ടായിരുന്ന മുഫസ്സിരീങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ പണ്ഡിത ലോകം മുഴുവൻ ഇവര് 4 പേര് മാത്രമല്ല, വേറെയും ചില മദ്ഹബി ചില ചിന്താധാരകളെ ഇസ്ലാമിക ലോകത്ത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് അഹ്മദ് ബിൻ ഹംബലിനെ സംബന്ധിച്ചാൽ വളരെ സംഭവ ബഹുലമാണ്. അഹ്മദ് ബിൻ ഹംബലിന്റെ ജീവചരിത്രം, അഹ്മദ് ബിൻ ഹംബലിന്റെ ജീവചരിത്രം പറയാനല്ലോ കേട്ടോ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഒരു ഷെയ്ഖിൽ നിന്നൊരു താബിഈൽ നിന്നൊരു ഹദീസ് ഇങ്ങനെ റിവായത്ത് ചെയ്യുകയാണ്. അൻ ഫർവത്ത് ഇബ്നു നൗഫൽ, അദ്ദേഹത്തിന്റെ പേര് ഫർവ ഇബ്നു നൗഫൽ എന്നാണ്. ഫർവ റഹിമഹുല്ല താബിഈ, അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറയുന്നു, കുന്തു ജാറൻ ലി ഖബ്ബാബ്, ഞാൻ ഖബ്ബാബിന്റെ അയൽവാസിയായിരുന്നു. ഖബ്ബാബ് ബിൻ അറത്ത് എന്ന് പറഞ്ഞ ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബിന്റെ അയൽവാസിയായിരുന്നു ഞാൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഫഖറജ്നാ യൗമൻ മിനൽ മസ്ജിദ്, അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ 2 പേരും ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നു, നിസ്കരിച്ചിട്ട് പുറത്തേക്ക് വരാൻ. വഹുവ ആഖിദുൻ ബിയദി, ഖബ്ബാബ് ബിൻ അറത്ത് എന്ന സ്വഹാബി. ഖബ്ബാബ് ബിൻ അറത്ത് എന്ന് പറഞ്ഞ സ്വഹാബി ആരാന്ന് പറയണമെങ്കിൽ അതുകൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്കയിൽ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ, മക്കയിലെ ഖുറൈശികൾ നബിനെ അങ്ങനെ വല്ലാതെ ദ്രോഹിച്ചപ്പോൾ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് വന്ന് ചോദിക്കും, റസൂലേ, അള്ളാഹിനോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? കാരണം അത് അള്ളാഹിനോട് നമുക്ക് ദുആ ചെയ്തുകൂടെ ഈ ഒരു പ്രയാസം നിലനിൽക്കാൻ? ഖബ്ബാബ് ബിൻ അറത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കാണ്, നിങ്ങൾക്ക് മുമ്പും ചില സമുദായങ്ങൾ കഴിഞ്ഞു പോയി, ദീനിന്റെ പേരിൽ ഈർച്ചവാളുകൾ കൊണ്ടുപോലും ഈരപ്പെട്ടിരുന്ന സമുദായം, കൈകാലുകൾ ഛേദിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട സമുദായം, പച്ചയായ ശരീരങ്ങളിൽ കൊത്തിവലിച്ചിരുന്ന ആളുകള്, അങ്ങനെയുള്ള ശിക്ഷാരീതികളെ ഏറ്റുവാങ്ങേണ്ടി വന്നവർ നമ്മുടെ മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ എന്നിട്ടും ധൃതി കൂട്ടുകയാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖബ്ബാബ് ബിൻ അറത്തിനോടാണ്. ആ ഖബ്ബാബ് ബിൻ അറത്ത് നബിയിൽ നിന്ന് ഇസ്ലാമിന്റെ ഫളില് മനസ്സിലാക്കിയ, ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയെ തിരിച്ചറിഞ്ഞ ആ സ്വഹാബിയുടെ അയൽവാസിയായിരുന്നു നേരത്തെ പറഞ്ഞ ഫർവത്ത് ബിൻ നൗഫൽ റഹിമഹുല്ല. അദ്ദേഹം പറയാണ്, ഞാൻ കൂട്ടുകാരന് അയൽവാസിയായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചാ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നത്. കൈയും പിടിച്ച് അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ പിടിച്ചു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ ഹനാ, ഓ പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദര. ഒരു അയൽവാസിനോടുള്ള ബന്ധം കൂടെ എന്ന് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം പറയാം, തഖറബ് ഇലല്ലാഹ് മസ്തതഅത്, തഖറബ് ഇലല്ലാഹ് മസ്തതഅത്, കഴിയണ പോലെ നിനക്ക് എങ്ങനെയൊക്കെ കഴിയോ, നിന്റെ കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ച് നീ റബ്ബിലേക്ക് അടുത്തോ, റബ്ബിന്റെ സാമീപ്യത്തെ തേടിക്കോ. നിന്റെ റബ്ബിനേക്കുള്ള സാമീപ്യത്തെ നീ കഴിയും പോലെ, കഴിയണ പോലെ, ഓവറാക്കണ്ട. എത്രയാണ് കഴിയുക ആ കഴിയും പ്രകാരം നീ അള്ളാഹുവിലേക്ക് അടുത്തോ എന്നാൻ. എന്നിട്ട് പറഞ്ഞു, ഫഇന്നക ലൻ തതഖറബ ഇലൈഹി ബിശൈഇൻ അഹബ്ബ ഇലൈഹി മിൻ കലാമിഹി, അഹബ്ബ ഇലൈഹി മിൻ കലാമിഹി. അദ്ദേഹം ഒരു വലിയ കാര്യം പറഞ്ഞു. അള്ളാഹിലേക്ക് അടുത്തോ എന്ന് പറഞ്ഞിട്ട് ഉപദേശം നിർത്തിയില്ല, അടുക്കാനുള്ള ഒരു മാർഗവും പറഞ്ഞെടുത്തു. റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള മാർഗം, റബ്ബിലേക്ക് നമുക്ക് ഏറ്റവും റബ്ബിന്റെ സഹായം നമുക്ക് ലഭ്യമാകുന്ന, റബ്ബിന്റെ സാമീപ്യം നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും വലിയ ഒരു പ്രവർത്തനം ഏതാ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ റബ്ബിലേക്ക് അടുക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിന് നമ്മളോട് ഭയങ്കര പ്രിയമായിരിക്കും, അള്ളാഹുവിനോട് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ആ ഒരു കാര്യവുമായി റബ്ബിലേക്ക്, ഏതാണ് ആ കാര്യം? അഹബ്ബു ഇലൈഹി മിൻ കലാമിഹി, അള്ളാഹുവിന്റെ കലാമും കൊണ്ട് അടുത്തോന്നാൻ. എന്താ അള്ളാഹിന്റെ കലാമ്? ഇത്രയും ദിവസം നമ്മൾ അള്ളാഹുവിന്റെ കലാമിലായിരുന്നു. അള്ളാഹുവിന്റെ സംസാരം അതേതാ? ഖുർആനാണ്. അള്ളാഹുവിന്റെ ഏറ്റവും നല്ല സംസാരം എന്നാൻ വിശുദ്ധ ഖുർആനെ റബ്ബ് പരിചയപ്പെടുത്തിയത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീഥി കിതാബാ, നല്ല സംസാരത്തെ ഒരു കിതാബായി അവതരിപ്പിച്ചവനാണ് അള്ളാഹ് എന്നാണ് വിശുദ്ധ ഖുർആനെയും അള്ളാഹുവിനെയും പരിചയപ്പെടുത്തി അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ നമ്മളെ ബോധ്യപ്പെടുത്തിയത്, നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിച്ചത്. അപ്പോൾ ഈ സ്വഹാബി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, ഖുർആനുമായിട്ട് റബ്ബിലേക്ക് അടുത്തോ, അത് റബ്ബിന് ഏറ്റവും പ്രിയമാണെന്നാണ്. ഖുർആനുമായുള്ള ബന്ധം
റമദാനിൽ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കാൻ റമദാൻ അങ്ങോട്ട് വിട പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ അങ്ങോട്ട് ഷോക്കേസ് കയറാൻ പാടില്ല. റമദാൻ അങ്ങ് വിട കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷനിലെ മൊബൈലിലെ ഖുർആൻ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഓതുന്ന ദിവസങ്ങളായിരുന്നു. ചില ഖുർആന്റെ PDF അല്ലേ, ഏറ്റവും നല്ല സൗദി അറേബ്യന്റെ ഖുർആനുമായി ഇറങ്ങിയ ഖുർആന്റെ ചില നല്ല നല്ല വേർഷനുകളെ പലർക്കും സെൻഡ് ചെയ്ത് കൊടുത്തവരാ നമ്മൾ. റമദാനിൽ മാത്രമാണ് സെൻഡ് ചെയ്യേണ്ടത്, അല്ലാത്ത ദിവസങ്ങളും ഖുർആനിന്റെ ദിവസങ്ങളും ഖുർആനിന്റെ മാസങ്ങളും അല്ലേ. ഖുർആനിൽ നമ്മൾ ഇതുവരെ എത്ര നമ്മൾ സമയം ചെലവഴിച്ചു, ഖുർആൻ എത്ര നമ്മൾ ഓതി എന്നുള്ളതൊരു പുനർവിചിന്തനമാണ്. പരിശുദ്ധമായ ഒരു റമദാൻ തീരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഉള്ളിലൊരിങ്ങനെ പേടി ഉണ്ടാവണം, ഉള്ളിലൊരു ഭയം ഉണ്ടാവണം. എന്ത് ഭയം? ഞാൻ ഓതിയതൊക്കെ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഭയം, ഞാൻ ഓതിയതൊക്കെ കൃത്യമാണോ എന്നുള്ള ഭയം. ഇനി അടുത്തൊരു റമദാൻ നമുക്ക് വരികയാണെങ്കിൽ ഒരു കൂലിയും കുറഞ്ഞു പോകാൻ പാടില്ല, ഒരു കൂലിയും കുറഞ്ഞു പോകാൻ പാടില്ല. പരിപൂർണമായിട്ട് കൂലി ലഭിക്കുന്നവർ എത്ര ആൾക്കാരുണ്ടാവും മുസ്ലിം ലോകത്ത്? കുറച്ച് ആൾക്കാരായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഇങ്ങനെ കേട്ടു. ഞാൻ ആരെങ്കിലും കുറ്റം പറയാൻ വേണ്ടി പറയല്ല, ആരാന്നും ഞാൻ പറയണില്ല. പക്ഷേ ഈ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടു. എവിടുന്നാന്നൊന്നും പറയാം, എവിടുന്നാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളിങ്ങനെ നോക്കണ്ട എന്നുള്ള നിലക്കാൻ പാരായണം ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് 2 തവണ ഖത്മ് ചെയ്തു എന്നാണ്. 2 തവണ ഈ ഒരു റമദാനിൽ 2 തവണ ഖത്മ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖത്മ് സ്വീകരിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ ഖത്മ ചെയ്തവരുണ്ട്. അള്ളാഹു നമ്മുടെ ഖത്മുകൾ സ്വീകരിക്കട്ടെ. ഖുർആൻ പൂർണ്ണമായി ഓതിയവരുണ്ട്, ഭാഗികമായി ഓതിയവരുണ്ട്. ജോലിന്റെ ഇടയിലും തിരക്കിട്ട് കുറച്ചൊക്കെ പാരായണം ചെയ്തു. അള്ളാഹു നമ്മുടെ പാരായണങ്ങൾ സ്വീകരിക്കട്ടെ. പക്ഷെ അദ്ദേഹം 2 ഖത്മ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കേട്ട ഭയങ്കര സന്തോഷമായി. 2 ഖത്മ ചെയ്തല്ല, അൽഹംദുലില്ലാ. ഈ തിരക്കിനിടയിലും ഇന്നത്തെ കാലത്തൊക്കെ 2 ഖത്മ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെ, തിരക്കിന് റബ്ബിലേക്കുള്ള അടുപ്പം പ്രതീക്ഷിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ സങ്കടവും വന്ന് ആ ഓത്ത് കേട്ടപ്പോ, പഠിച്ച റബ്ബേ, എത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും അധ്വാനിച്ചിട്ട് അങ്ങനെ പാരായണം ചെയ്തത് പൂർത്തീകരിച്ചു എന്ന് സന്തോഷത്തോടുകൂടി പറയുമ്പോഴും അത്ര പൂർണ്ണമായ പ്രതിഫലം ആ പാരായണത്തിന് ലഭിക്കപ്പെടുമോ എന്ന് തോന്നിപ്പോകും. പ്രിയപ്പെട്ടവരെ, അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ അറിയുന്നത് പോലെ, നേരത്തെ പറഞ്ഞ ഫർവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, കഴിയണ പോലെ റബ്ബിലേക്ക് അടുത്തോ എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചില്ലേ. അദ്ദേഹം കഴിയണ പോലെ അടുത്തു. പക്ഷേ കഴിയണ പോലെ അടുത്തിട്ടും എന്തുകൊണ്ടൊരു പൂർണ്ണമായ പ്രതിഫലത്തെ എനിക്കും നിങ്ങൾക്ക് ആർജിച്ചെടുത്തൂടാ? നമുക്ക് കണ്ണ് കാണുന്നവരാൻ, കേൾക്കുന്നവരാൻ, ബുദ്ധിയുള്ളവരാൻ, എല്ലാവിധ ആധുനികമായ സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നവരാൻ. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ആരാധനകളിൽ ഒരു പെർഫെക്ഷൻ കൊണ്ടുവന്നുകൂടാ? നമ്മുടെ പാരായണങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിഫലങ്ങളെ അതൊന്നുകൂടി പൂർണ്ണമായ പ്രതിഫലമാക്കിയെടുക്കാൻ എന്തുകൂടി പരിശ്രമിച്ചുകൂടാ? 2, 3, 4, 5 തവണകൾ ഖുർആനിനെ ഖത്മ് ചെയ്യുമ്പോൾ, ഖുർആനിനെ ഹിഫ്ള് ചെയ്യുമ്പോൾ, ഖുർആനിനെ ഓതി തീർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്തേക്കാർ അതിന്റെ സങ്കടം നമുക്ക് അനുഭവപ്പെടുക. സങ്കടം അനുഭവപ്പെടാന്ന് പറഞ്ഞാൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു കഥ അറിഞ്ഞെടുക്കാറുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഒരു കുട്ടി ടൂർ പോകാൻ വേണ്ടി ഉപ്പാനോട് കുറെ വാശി പിടിച്ചു. പാപ്പ പറഞ്ഞു പോകണ്ട. പക്ഷെ കരഞ്ഞ് കാല് പിടിച്ച് ഉമ്മാന്റെ കാല് പിടിച്ചിട്ട് ലാസ്റ്റ് പൈസ എട്ടി സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്ത്. അങ്ങനെ ടൂറിന്റെ ദിവസം വന്നു. സന്തോഷത്തോടെ അവൻ്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്ത് കുട്ടികളൊപ്പം അവൻ കയറി, ബസ്സിൽ കയറി. ഒരു കാട് കാണാനാ, അന്ന് കാട് കാണിക്കാനാണ് ഉസ്താദ്മാർ അവനെ കൊണ്ടുപോയത്. കാട് കാണിക്കാൻ കൊണ്ടുപോയി. കൂട്ടുകാരോടൊപ്പം നല്ല നിലയ്ക്ക് ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും അവൻ യാത്രയിൽ ഇങ്ങനെ തുടരാ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ ഒരു സ്ഥലത്ത് ഇറങ്ങി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഉസ്താദ്മാർ മുഴുവൻ പറഞ്ഞു 15 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇതേ ബസ്സിൽ തന്നെ കയറണം എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ ആ കാടിന്റെ സൗന്ദര്യവും അവിടെ ഇങ്ങനെ ഉള്ള നദിയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ചൊന്ന് മാറിയിരുന്നു, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചു. കൂട്ടുകാരത്തിൽ നിന്നൊന്ന് മാറി, കാരണം അതിനെങ്ങനെ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, ആ സൗന്ദര്യം ഒറ്റയ്ക്ക് അവൻ ആസ്വദിക്കാൻ. അങ്ങനെ അത് ഒറ്റയ്ക്ക് ആസ്വദിക്കുന്നതിനിടയിൽ അവന് സമയം പോയത് അറിഞ്ഞില്ല. കൂടെ ഉള്ളവരൊക്കെ ബസ്സിൽ കയറി ആ ബസ്സും ആണ്ടുപോയി. അവൻ അവിടെ ഒറ്റയ്ക്ക് കാട്ടിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടു എന്നാണ്. ഒരു കഥയാണ്, വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ കഥയാണ്. ആ കാട്ടിലകപ്പെട്ടു. അവന് ഒറ്റക്കകപ്പെട്ടു, വഴിയറിയാതെ, ദിശയറിയാതെ, ദിക്കറിയാതെ ആ കാട്ടിന്റെ ഉള്ളിൽ അവൻ അങ്ങ് കിടന്നപ്പോൾ ഏതിലൂടെ രക്ഷപ്പെടണം അവനറിയില്ല. പല വഴികളിലൂടെ അവൻ നടന്നു പോകുന്നതിനിടയിൽ അവൻ നല്ല മധുരമുള്ള മാങ്ങ തിങ്ങി നിറയുന്നൊരു മാവിനെ കണ്ടു. വിശന്നപ്പോ ആ മാവിൽ നിന്ന് മാങ്ങ എങ്ങനെയും ചാടിക്കണം, എന്നിട്ട് അത് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ആ കുട്ടിക്ക്. കുറെ കല്ല് നോക്കി, അവിടെ എവിടെയും കല്ല് കാണാനില്ല. പിന്നെ അവൻ കുറെ നടന്നു. പക്ഷെ കുറെ നടന്നു, ഇനി എന്ത് കഴിക്കണം എന്നറിയാതെ കുറെ നടക്കുന്നതിനിടയിൽ നല്ല നല്ല തിളക്കമുള്ള കുറച്ച് കല്ലുകൾ അവന് കിട്ടി. നല്ല തിളക്കമുള്ള കുറച്ച് കല്ലുകൾ അതെടുത്ത് അവൻ പോക്കറ്റിലിട്ടു. വീണ്ടും അടുത്ത മാവിനെ അന്വേഷിച്ച് അവൻ നടന്നു. അടുത്ത മാവിനെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അതിൻ്റെ അടുത്ത് കുറെ കല്ലുകളൊക്കെ ഉണ്ട്. അവൻ ആ മാവിൽ നിന്ന് മാങ്ങ എറിഞ്ഞ് താഴെടാൻ നോക്കാൻ കല്ലുകളെ കൊണ്ട് എറിഞ്ഞു. പക്ഷെ കുറെ എറിഞ്ഞു, പലതും വീണു. ലാസ്റ്റ് കല്ല് അവിടെ അടുത്തുണ്ടായിരുന്ന അവനക്ക് എറിയാൻ പറ്റിയ കല്ല് തീർന്നു. പിന്നെ പോക്കറ്റിലുണ്ടായിരുന്ന കുറച്ച് നല്ല തിളക്കമുള്ള കല്ലുണ്ടായിരുന്നു. കൗതുകം തോന്നി അവൻ പോക്കറ്റിലിട്ടതാ നല്ല തിളക്കമുള്ള കല്ലുകൾ.
അതെടുത്തിട്ട് അവൻ എന്ത് ചെയ്തു, മാങ്ങ എറിയാൻ തുടങ്ങി. അങ്ങനെ ആ കല്ലുകൾ മുഴുവൻ ചെന്ന് വീണത് ഒരു പുഴയിലുമാണ്. പിന്നെ അവനക്ക് അത് കിട്ടൂല. അങ്ങനെ മാങ്ങ തിന്ന് ഒരു മാങ്ങ വീണ ആ മാങ്ങയും തിന്ന് ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ബസ് ഇങ്ങനെ തിരിച്ചു വരുന്നത്. കാരണം എന്താ, അപ്പോത്തിന് ബസ്സിലെ കുട്ടികളെ എണ്ണൊക്കെ നോക്കിയപ്പോഴേക്കും ഒരു കുട്ടി വിസികാന്ന് പറഞ്ഞ അവർ വന്നതാൻ. അവരെ ബസ്സിൽ കയറ്റി. ഉസ്താദുമാർ അവനെ ശകാരിച്ചു, ചീത്ത പറഞ്ഞു. നീ എവിടേക്ക് പോയതാ, ചീത്ത പറഞ്ഞു. പക്ഷെ അവന് കുറച്ച് സമയത്തെ ആ ഒരു ഒറ്റയ്ക്ക് കിട്ടിയ ഒരു സമയത്ത് അവന് വല്ലാതെ വീമ്പും പറഞ്ഞ് കൂട്ടുകാർക്കിടയിൽ ഞാൻ അതിനെ കണ്ടു, ആനനെ കണ്ടു, മറ്റത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീമ്പ് പറയാൻ. ബസ്സിലിരുന്ന് ഇങ്ങനെ പല വീമ്പും പറഞ്ഞതിനിടയിൽ അവന്റെ അരികത്തുണ്ടായിരുന്ന കുട്ടി ഇങ്ങനെ അവന്റെ പോക്കറ്റേക്ക് നോക്കിയപ്പോൾ ഒരു തിളക്കുള്ള കല്ല് ഇങ്ങനെ കണ്ടു. ഒറ്റ കല്ല. ആ കല്ല് ഇങ്ങനെ, ഇതെന്താ? അവൻ പറഞ്ഞു, അതിങ്ങനെ ഞാൻ നടന്നപ്പോൾ കിട്ടിയതാൻ. പുറത്തേക്ക് എടുത്ത് പറഞ്ഞു, ഇത് കാണാൻ നല്ല രസമുള്ള കല്ലാണ്. ഒരു പക്ഷേ ഇത് നമുക്ക് വേറെ ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയി ചിലപ്പോൾ എന്തെങ്കിലും പൈസ കിട്ടിയാലോ. അപ്പോൾ അവർ സ്കൂൾ വിട്ട് പിന്നെ പിറ്റേ ദിവസം അവരെന്ത് ചെയ്തു, ഒരു ജ്വല്ലറിക്കാരൻ്റെ അരികിൽ ചെന്ന് ഇതിനെ കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിനെത്ര? കുട്ടികൾക്ക് രസമായിട്ട് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കല്, ഇതിപ്പോൾ വളരെ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയാൻ. അതായത് ഇതിനെത്ര? അയാൾ പറഞ്ഞു, ഒരു 10,000 രൂപ തരാം, ഈ കല്ല് തരും. 10,000മോ? അത്ഭുതത്തോട് കൂടി ഞാൻ പറഞ്ഞു, 10,000മോ? അപ്പോൾ ഇതിന്റെ മൂല്യം അറിയുന്ന ആൾ പറഞ്ഞു, 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിക്ക് അതിന്റെ വില അറിയായിരിക്കാം, എന്നാൽ ഞാൻ 20,000 തരാം. ഓരോ തവണ ഇയാൾ ഇങ്ങനെ കൂട്ടി കൂട്ടി പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ അത്ഭുതവും കൗതുകവും നിറയാൻ. അവൻ സങ്കടപ്പെട്ട് പറയാൻ, എൻ്റെ പോക്കറ്റ് നിറയെ ഇതുപോലത്തെ കല്ലുകളായിരുന്നു, എൻ്റെ പോക്കറ്റ് നിറയെ ഇതുപോലത്തെ നല്ല കല്ലുകൾ, പക്ഷെ ഞാൻ ഇത് മുഴുവൻ തോട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാ കുട്ടി സങ്കടം പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നൊരു സങ്കടമുണ്ട്. നഷ്ടപ്പെടുത്തി കളഞ്ഞ, തനിക്ക് കിട്ടുമെന്ന് ഉറപ്പായി കളഞ്ഞ ചില പ്രതിഫലത്തിന്റെ സങ്കടം, നിരാശ. ആ നിരാശരയിലേക്ക് പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമ്മൾ ചെന്ന് പായരുത്. നാളെ പരലോകത്ത് റബ്ബ് ഇങ്ങനെ പാരായണങ്ങളുടെ പ്രതിഫലം നൽകുമ്പോൾ ഒരു ഹർഫിന് ഇന്ന കൂലിയുണ്ടെന്ന് റസൂല പഠിപ്പിച്ചതാ 10 ഇരട്ടി കൂലി എന്നാണ്. വിശുദ്ധ ഖുർആന്റെ ഒരു ഹർഫിന് റസൂലുള്ള വിശദീകരിച്ചു, അലിഫ് ലാം മീം, അലിഫും ലാമും മീമും 3 ഹർഫുകളാണ്, 30 ഇരട്ടി പ്രതിഫലം എന്നാണ്. ഓരോ ഹർഫിനെയും എങ്ങനെ ഉച്ചരിക്കണം, ഐൻ എങ്ങനെയാണ്, ഗൈൻ എങ്ങനെയാണ്, ഫ എങ്ങനെയാണ്, ബ എങ്ങനെയാണ്, തായും തായും ലായും ഒക്കെ എങ്ങനെയാണ്, ഇങ്ങനെ അതിന്റെ അവകാശം നൽകി നമ്മൾ ഉച്ചരിച്ചിട്ടുണ്ടോ? 2ഉം 3ഉം തവണ സമയ ചെലവഴിച്ച് ഇങ്ങനെ ഖത്മ് ചെയ്ത ആളുകൾ നാളെ പരലോകത്ത് ഇങ്ങനെ കൂലി എടുക്കുമ്പോൾ പല കൂലിയും അവർക്ക് നഷ്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ നഷ്ടക്കാരിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. നന്നാക്കണം. ഇത് റമദാൻ കഴിഞ്ഞ് വെച്ചിട്ട് ഖുർആൻ മാറ്റിവെക്കരുത്. ഖുർആൻ പഠനം മികവാക്കണം. ഖുർആൻ പാരായണവും ഖുർആന്റെ അർത്ഥതലങ്ങളും നന്നാക്കാനുള്ള മാർഗങ്ങളെ ഞാനും നിങ്ങളും സ്വീകരിക്കണം. റബ്ബ് നൽകുന്ന ആയുസ് ഇനി വളരെ കുറവാണ്. പലതും കഴിഞ്ഞു പോയി, നമ്മൾ പലതിലും ചെലവഴിച്ചു. ഖുർആനിന് വേണ്ടി ആയുഷിനെ ചെലവഴിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഖുർആൻ പഠനം മികവറ്റതാക്കാൻ, ഖുർആൻ പാരായണത്തിൽ ഒരു പ്രതിഫലവും നഷ്ടപ്പെടുത്താതിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ഇറങ്ങിയാൽ മതി, അള്ളാഹ് സഹായിക്കുമെന്നാൻ ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തതാൻ. റബ്ബ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും. അള്ളാഹ്ക്ക് എന്തിനാ നമ്മളെ സഹായം? പക്ഷെ റബ്ബ് പറഞ്ഞല്ലോ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ. എന്തിനാ അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം? നമ്മൾ അള്ളാഹിലേക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുകയാണെങ്കിൽ, നമ്മളെ അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കുമെന്നാണ്. ഖുർആൻ പഠിക്കാൻ നമ്മൾ ഇറങ്ങിയാൽ മതി, പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ശരിക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കണം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, നാവിട്ട് ഇങ്ങനെ അലക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഓതി കൊടുക്കുമ്പോൾ അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഅജൽ, നീ നിന്റെ നാവിനിട്ട് വല്ലാതെ അളക്കണ്ട. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാൻ, അതിനിട്ട് വല്ലാതെ എന്ത് ചെയ്യണ്ടല്ലോ, ചലിപ്പിക്കാണ്ട. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി, നബിയെ നാവിനെ ഇങ്ങനിട്ട് വല്ലാതെ ഹർക്കത്ത് ചെയ്യണ്ട, ഒറ്റടിക്ക് ഇതിനെല്ലാം പഠിക്കാം എന്നുള്ള വിചാരം വേണ്ട, സാവധാനം മതിന്നാൻ. സാവധാനം. ഇനിയും ഒരു റമദാൻ വരാൻ ഒരു വർഷമുണ്ട്. ആ റമദാൻ ആവുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ പാരായണങ്ങൾ നന്നാവണം, നമ്മുടെ തജ്വീദ് നന്നാണ്. ഖുർആന്റെ ഓരോ ഹർഫിനെയും അതിന് ശരിയായ രീതിയിൽ ഉച്ചരിക്കാനെങ്കിലും എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പോരായ്മകൾ റബ്ബ് പരിഹരിക്കട്ടെ, പോരായ്മകൾ റബ്ബ് മാപ്പാക്കി കളയട്ടെ. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വയഅഫു അൻ കസീർ, നമ്മൾ വരുത്തുന്ന കുറേ തെറ്റുകൾ അള്ളാഹ് മാപ്പാക്കുന്നവനാണ്. അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മൾ ഒറ്റ വിട്ട രാവിലെ റബ്ബിനോട് തേടുക, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് മാപ്പ് നൽകണേ. നമ്മുടെ പാരായണങ്ങൾ, നമസ്കാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പരലോകത്ത് ചില ആൾക്കാർ മങ്കൂസൂൻ എന്നല്ല വിളിക്കപ്പെടുക. എന്താ മങ്കൂസൂൻ? മലയാളത്തിലാണെങ്കിൽ കേൾക്കുമ്പോൾ മണ്ടൂസ് എന്നെങ്കിലും പറയും അല്ലേ. ഹദീസിലെ വാക്കത മങ്കൂസ്. എന്താ മങ്കൂസ്? നഖസ എന്ന് പറഞ്ഞാൽ കുറവ് വരുത്തിയെന്നാൻ. നാളെ പരലോകത്ത് ചില ആൾക്കാർ അള്ളാഹ് അങ്ങനെ വിളിച്ചു കളിയാക്കും, മങ്കൂസൂൻ.
അപ്പൊ സ്വഹാബത്ത് ഇബ്നു ഉമറിനോട് അരികത്തുണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, ആരാ വമൽ മങ്കൂസൂൻ, എന്താ ഈ മങ്കൂസൂൻ എന്നതുകൊണ്ട് ഉദ്ദേശം, കുറവ് വരുത്തിയവർ എന്നതുകൊണ്ട് ഉദ്ദേശം എന്താ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മങ്കൂസൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിസ്കാരത്തിൽ ഓരോ കുറ്റങ്ങൾ വരുത്തിയിട്ട് നിസ്കാരത്തിന്റെ കൂലി നഷ്ടപ്പെടുത്തി കളഞ്ഞ ആളുകൾ. അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ട്, അതുപോലെ തന്നെ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടും ഭയഭക്തിയും ഇല്ലാതെ ഇങ്ങനെ തോന്നിയ പോലെ തോന്നിയത് ഇങ്ങനെ ചെല്ലി നിസ്കരിച്ച ചില ആളുകളുണ്ട്. അവർക്ക് ഫുള്ള് കൂലിയില്ല, അവർക്ക് മുഴുവൻ പ്രതിഫലവുമില്ല. അവരെ നാളെ മങ്കൂസീൻ എന്നുള്ള നിലയ്ക്ക് അവർ നിരാശരാകുമെന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ ഓരോ ഇബാദത്തുകളെയും റബ്ബ് ഇങ്ങനെ വിചാരണ ചെയ്യും. ആ ഇബാദത്തുകളിൽ പോരായ്മകളെ അള്ളാഹു മാപ്പാക്കി തരട്ടെ. ആ പോരായ്മകളെ പരിഹരിക്കാനുള്ള ഒരു മനസ്സ് കൊണ്ടുവരണം. അയാ പറഞ്ഞത് അല്ല, അള്ളാഹ് പുറത്തേറ്റ വിചാരിച്ചിട്ട് ഇനിയും തെറ്റിൽ തുടരണം എന്നല്ല, ആ തെറ്റുകളെ മാറ്റാനുള്ള അവസരങ്ങൾ എടുക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കും. റബ്ബിന്റെ സഹായം റബ്ബ് നൽകുന്ന വാഗ്ദാനമാണ്. വയുസബ്ബിത് അഖ്ദാമക്കും, അള്ളാഹു നിങ്ങളുടെ പാർശ്വങ്ങൾ, അള്ളാഹു നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നാൻ. റബ്ബ് സ്റ്റേബിൾ ആക്കും നമ്മുടെ ജീവിതം, അള്ളാഹു സ്റ്റേബിൾ ആക്കും നമ്മുടെ ഉദ്ദേശങ്ങൾ, അള്ളാഹു ഏറ്റവും നല്ലതാക്കും. അള്ളാഹു ഉറപ്പിച്ചു തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പോരായ്മകൾ പരിഹരിച്ചു തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ കലാമിനെ നന്നായി പഠിക്കാൻ, അതിനെ നന്നായി പാരായണം ചെയ്യാൻ, അതിനെ നന്നായി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തിന്മകളെ വിട്ടു പുറത്ത് മാപ്പാക്കി തരണേ. മാപ്പുകൾക്ക് നൽകാൻ ഇഷ്ടപ്പെടുന്ന റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. അള്ളാഹു മറ്റുള്ളവർക്ക് മാപ്പ് നൽകാനുള്ള മനസ്സ് റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആരാധനകളിലും കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. റബ്ബേ നീ പരിഹരിക്കണേ. അള്ളാഹുവെ അതിലെല്ലാവിധ പരിഹാര മാർഗങ്ങളെയും തേടാനുള്ള അവസരങ്ങൾ നൽകണേ. അള്ളാഹുവെ നീ മാപ്പാക്കി തരണേ. അള്ളാഹു ഞങ്ങളുടെ ആരാധനകളെ സ്വീകരിക്കണേ. ദാനധർമ്മങ്ങൾ നല്ല മനസ്സറിഞ്ഞ് ധർമ്മം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന്റെ ധർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. അള്ളാഹു അവരുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും റബ്ബ് സ്വീകരിക്കട്ടെ. അള്ളാഹു അവർക്ക് എല്ലാവിധ നന്മകളും നൽകട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ മറ്റു ഒരു ഐച്ഛികമായ ഒരുപാട് നല്ല കർമ്മങ്ങൾ അള്ളാഹുവെ നീ സ്വീകരിക്കണേ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ. മരണം വരെ ഇതുപോലെ കർമ്മങ്ങളിൽ നിലനിൽക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. അള്ളാഹു ഞങ്ങളെ സേവിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അള്ളാഹു നീ അവർക്ക് ഖൈറും ബർക്കത്തും നൽകണേ. ഇവിടെ ഇത്രയും ദിവസം നമുക്ക് വേണ്ടി നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് സൗകര്യം ചെയ്ത് തന്നെ കുറേ വളണ്ടിയേഴ്സിനെ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവരൊന്നും നമ്മൾ പരിചയപ്പെടണം, പക്ഷെ പരിചയപ്പെടണം, ഇടക്കിടക്കൊന്നും ചോദിക്കുക, വിവരങ്ങൾ അറിയാം, ബന്ധങ്ങൾ ഉണ്ടാക്കി. ഇവിടെ മാത്രമല്ല, പലയിടങ്ങളിൽ പലരും നോമ്പുകാരെ സ്വീകരിക്കാനും നോമ്പുകാർക്ക് വേണ്ടി സേവിക്കുന്ന ആളുകളെ കാണാം. ഇതിൻ്റെയൊക്കെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇതുപോലത്തെ സെന്ററുകളിലും ഇതുപോലത്തെ മേഖലകളിലും നമ്മുടെ ആയുസ്സിനെ ചെലവഴിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു ഏറ്റവും നല്ലൊരു കൂട്ടായ്മകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ കൂട്ടം കൂട്ടമായി പോകുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും സതുദ്ദേശങ്ങളാക്കി തരട്ടെ. ദുരുദ്ദേശങ്ങളുണ്ടെങ്കിൽ അള്ളാഹു അതിന് അള്ളാഹു അത് മനസ്സിൽ നിന്ന് എടുത്തൊഴിവാക്കാനുള്ള മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ. അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും നൽകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ടാകും മാതാപിതാക്കളൊക്കെ അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അസുഖങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞവർ അള്ളാഹു അവരുടെ അസുഖങ്ങൾ ശിഫയാക്കട്ടെ. പല വേദനകളിലും അള്ളാഹു അവർക്ക് ആശ്വാസം നൽകട്ടെ. വലിയ ദുരന്തങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. അള്ളാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ. അള്ളാഹുവേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരണേ. അള്ളാഹുവേ നാളെ സ്വർഗത്തിൽ കൂട്ടുകാരോടും കുടുംബക്കാരോടും മാതാപിതാക്കളോടും മക്കളോടും ഗുരുനാഥന്മാരോടും പ്രിയപ്പെട്ടവരോടും ഒത്തു കഴിയാനുള്ള മഹത്തായ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ وتوفنا مع الأبرار. ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا. السلام عليكم ورحمة الله.